അപ്പോൾ പ്രേക്ഷകരെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പൂഴ്ത്തിയ പേജുകൾ പുറത്തുവിടുന്നത് സംബന്ധിച്ച അപ്പീലിലെ വിധി പ്രസ്താവം മാറ്റിവെച്ചത് നേരത്തെ അറിയിച്ചിരുന്നുവെന്ന് വിവരാവകാശ കമ്മീഷണർ എ ഹക്കീം. നടപടിക്രമങ്ങൾ അനുസരിച്ചാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് സംബന്ധിച്ചുള്ള വിധികൾ മുൻകൂറായി പറയാൻ കഴിയില്ല. അന്തിമ തീരുമാനങ്ങൾ ഉടനുണ്ടാകുമെന്നും ഹക്കീം പറഞ്ഞു. റിപ്പോർട്ടിലെ കടുംവെട്ടിനെതിരെ റിപ്പോർട്ടർ അപ്പീലിലെ വിധി പ്രസ്താവമാണ് അവസാന നിമിഷം മാറ്റിയത്. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം. വിധി പ്രസ്താവന മാറ്റിവെച്ചത് സംബന്ധിച്ച് മാറ്റിയത് ഇന്നലെ ഞാൻ അറിയിച്ചിരുന്നല്ലോ. അതിന് ഞാൻ ബാക്കി കാര്യങ്ങൾ ഔദ്യോഗികമായി പ്രോപ്പർ ചാനലിൽ അറിയിക്കും. തടസ്സവാദം പരിഗണിക്കുന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും അല്ല, അതിന്റെ പ്രൊസീജിയർ അനുസരിച്ച് അത് ചെയ്യും. അത് നമ്മളത് പ്രൊസീജിയറൽ ലാപ്സ് വരാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മളത് മാറ്റിയതാണ്. അത് ഔദ്യോഗികമായിട്ട് അറിയിക്കും. കൂടുതൽ പേജുകൾ പുറത്തുവിടുമോ? കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് സംബന്ധിച്ച വിധികൾ മുൻകൂർ പറയാൻ കഴിയില്ല. കേസ് പരിഗണനയിലാണ്. അതിന്റെ അന്തിമ തീരുമാനം ഉടനെ ഉണ്ടാവും. നമുക്കിപ്പോൾ അഞ്ജന അനിൽകുമാർ ചേരുന്നു. അഞ്ജന അനിൽകുമാർ, കൂടുതൽ പേജുകൾ പുറത്തുവിടുമോ എന്ന നമ്മുടെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം അദ്ദേഹം നൽകിയില്ല. കേസ് പരിഗണിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല എന്ന നിലപാടാണ് എടുത്തത്. എന്താണ് അദ്ദേഹം വിശദീകരിക്കുന്നത്? അഞ്ജന അനിൽകുമാർ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കൂടുതൽ പേജുകൾ പുറത്തുവിടുമോ എന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ് എ ഹക്കീമിനോട് ഉന്നയിച്ചത്. എന്നാൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ അറിയിക്കാൻ കഴിയില്ല. എന്നാൽ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കാൻ യാതൊരു സമ്മർദ്ദവും നിലവിലില്ല എന്നും എ ഹക്കീം പുറത്തുവിട്ടിരുന്നു. എ ഹക്കീമും മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായി ചില തർക്കങ്ങളുണ്ട്, ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ താനും വിവരാവകാശ കമ്മീഷണറുമായി യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല എന്നാണ് എ ഹക്കീം വ്യക്തമാക്കിയിരിക്കുന്നത്. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഉടൻ തന്നെ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ കൂടുതൽ തീരുമാനങ്ങൾ വരും. ചർച്ചകൾ നടക്കുന്നുണ്ട്. അന്തിമ തീരുമാനങ്ങൾ ഉടൻ ഉണ്ടാകും എന്നാണ് എ ഹക്കീം വ്യക്തമാക്കിയിരിക്കുന്നത്. ജനങ്ങളുടെ വിവരങ്ങൾ അറിയാനുള്ള അവകാശത്തെ സംരക്ഷിക്കും. അതിനായുള്ള നീക്കങ്ങളാണ് താനും തന്റെ സംഘവും നടത്തുന്നത്. മികച്ച ഒരു ടീമാണ് ഇപ്പോഴുള്ളത്. തങ്ങളുടെ നേതൃത്വവും വളരെ മികച്ചതാണ്. അതനുസരിച്ചുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കൂടാതെ റിപ്പോർട്ട് പുറത്ത് എന്ന് വരും എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടേണ്ടത് താനല്ല. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരും. അതിനുള്ള ചർച്ചകൾ നടക്കും എന്നാണ് എ ഹക്കീം പറയുന്നത്. കൂടാതെ വിവരാവകാശ നിയമത്തിന്റെ ചട്ടങ്ങളിൽ നിന്നുകൊണ്ട് പുറത്തുവിടാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ എന്താണ്, അത് പുറത്തുവിടാനുള്ള ശ്രമങ്ങളാണ് ഈ കാര്യത്തിൽ ഉണ്ടാവുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ചാണെങ്കിലും ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ എന്തെന്ന രീതിയിൽ ഇപ്പോൾ പുറത്തുവരാത്ത കാര്യങ്ങൾ പുറത്തുവരാനുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും വിവരാവകാശ കമ്മീഷൻ നടത്തുക എന്നാണ് വിവരങ്ങൾ നൽകിയത്.